ദിവസം മോഹൻലാൽ മാതാമർദ്ദനത്തുമായി മഠമുണ്ട് കൊല്ലത്ത് അഴീക്കലുള്ള അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വരാനുള്ള കാരണം മോഹൻലാലിൻ്റെ അമ്മയുടെ സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുള്ളി അവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ട്. അങ്ങനെ അവരുടെ റിലേറ്റീവ്സിനെ കാണാൻ വേണ്ടിയാണ് മോഹൻലാൽ അവിടെ വന്നത്. മോഹൻലാലും ഈ പുള്ളി മരിക്കുമ്പം നാട്ടിലില്ലാതുകൊണ്ട് അതിനുശേഷമാണ് വന്നത്. മോഹൻലാൽ അവിടെ വന്നിട്ട് അവിടെ ആൾക്കാരോട് സംസാരിക്കുന്നു, അവിടുത്തെ സന്യാസിയോട് സംസാരിക്കുന്നു, അമൃതാനന്ദമയോട് സംസാരിക്കുന്നു. മോഹൻലാലിൻ്റെ ഫേസ് കണ്ടറിയാം പുള്ളി ഭയങ്കര ഹാപ്പിയാണ്, പോസിറ്റീവ് വൈബിലാണ് അവിടെ നിൽക്കുന്നത്. മോഹൻലാൽ പൊതുവേ ഈ ആത്മീയതയിൽ വലിയ താല്പര്യമുള്ള ആളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മോഹൻലാൽ ഹാപ്പിയാണ്. പക്ഷേ കമൻറ്റ് ബോക്സ് പലരും ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ്. കമൻറ്റ് ബോക്സിലുള്ള ആൾക്കാർക്ക് ഒട്ടും ഹാപ്പിയല്ല. പുള്ളി പല ആൾക്കാരും സയൻസിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കമൻറ്റ് ബോക്സിൽ. അതും മറ്റൊരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോഴാണ് ഈ വീഡിയോ എടുത്തൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പൊതുവെ മോഹൻലാലിൻ്റെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ സയൻസ് ക്ലാസ് എടുക്കുന്ന ആൾക്കാർ വളരെ കൂടുതലാണ്. അത് പക്ഷേ മമ്മൂട്ടി പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ആർക്കും പ്രശ്നമില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ അമ്പലത്തിൽ പോയിട്ട് വഴിപാടൊക്കെ ചെയ്യും. ഈ വഴിപാടൊക്കെ ചെയ്യുന്നിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് വന്നിട്ട് ചില ആൾക്കാർ, ചില മതവിശ്വാസികൾ കമൻറ്റ് ബോക്സ് വന്നിട്ട് സയൻസിൻ്റെ ക്ലാസ് എടുക്കുന്നു, മോഹൻലാലിനെ പഠിപ്പിക്കുന്നു, അനാചാരം, അന്ധവിശ്വാസി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ ഇത് നേരത്തെ എടുത്ത് വീഡിയോ റിയാക്ട് ചെയ്തിട്ടുള്ളതാണ്. അന്ധവിശ്വാസം എന്നൊക്കെ കളിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊരു അമ്പലത്തിൽ പോവുകയാണെന്ന് കരുതുക, നിങ്ങളൊരു അമ്പലത്തിൽ പോവുകയാണെന്ന് കരുതുക. നമ്മളവിടെ പോയിട്ട് എൻ്റെ സ്വാതന്ത്ര്യമാണ് ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ തൊഴുതതും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയതും എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യുന്നു, പബ്ലിക്കായിട്ട് ആൾക്കാർക്ക് കാണാം. ശരി, ഈ നാട്ടിലെ മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും സയൻസ് പരമായി ബന്ധപ്പെട്ടുള്ള പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഒരു ഭരണഘടനയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ അവിടെ പോയിട്ട് തൊഴുതിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തിടാൻ നേരത്തെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അന്ധവിശ്വാസി എന്ന് വിളിക്കാൻ ഒരുത്തനും ഇവിടെ ഒരു യോഗ്യതയില്ല. അന്ധവിശ്വാസിയാണെന്ന കമൻറ്റ് എടുത്തിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ തിരിച്ച് നിങ്ങളുടെ വീട്ടിലുള്ളവരെ തെറി വിളിക്കും. അപ്പം അത് സ്വാതന്ത്ര്യം അല്ലാതെ ആക്ഷേപമായി മാറരുത്. തിരിച്ച് വീട്ടിലുള്ളവർ കേൾക്കാൻ നേരത്ത് നല്ല സുഖം കിട്ടുമെന്നുണ്ടെങ്കിൽ വിളിച്ചേക്കണം. ചില പെൺകുട്ടികളൊക്കെ ഫോട്ടോ ഇടാൻ നേരത്ത് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് വന്നിട്ട് വിവരക്കേട് വിളിച്ച് പറഞ്ഞിട്ട് നീ ഫോട്ടോ ഇട്ടിട്ടല്ലേ ഞാനത് എഴുതിയേ എന്ന് പറയുന്ന ചില ടീം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഇമാതിരി കമൻറ്റ് ഇട്ടിട്ട് ഇതെൻ്റെ സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറയുന്നവന്മാരുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ആദ്യമേ പറഞ്ഞത്. അമ്പലത്തിൽ പോയി തൊഴുക, അത് എൻ്റെ സ്വാതന്ത്ര്യം. അത് ഫോട്ടോ എടുത്തിട്ട് എൻ്റെ സ്വാതന്ത്ര്യം. ആക്ഷേപിക്കാൻ ഇവിടെ ഒരുത്തിന് സ്വാതന്ത്ര്യമില്ല. അതേസമയം ഞാൻ അമ്പലത്തിൽ പോകുന്നു, തൊഴുന്നു. അതിനുശേഷം ഞാൻ വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൊസൈറ്റിക്ക് കൊടുക്കുകയാണ് എൻ്റെ സോഷ്യൽ മീഡിയ വഴി. അതായത് ഞാൻ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, സ്ത്രീ പുരുഷൻ എന്നുള്ള രീതിയിൽ സ്ത്രീകളെ രണ്ടാം തരം പൗരന്മാരാണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ പുരുഷന്മാർ രണ്ടാം തരം പൗരന്മാരാണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ജാതിപരമായിട്ടോ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വിമർശിക്കാം. കാരണം അത് നിങ്ങളുടെ സ്പേസായി. ഞാൻ വിവരക്കേട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരുത്താനുള്ള സ്പേസ് ഉണ്ട്. അതല്ലാതെ ഞാൻ അമ്പലത്തിൽ പോകുന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സ് പോയി അന്ധവിശ്വാസി അങ്ങനെ കമൻറ്റ് ഇടാനൊന്നും കൂടെ ഒരുത്തരും സ്വാതന്ത്ര്യമില്ല. ഇത് ഞാനങ്ങ് പറഞ്ഞു വെച്ചേ ഉള്ളൂ. ഇത് കൃത്യമായിട്ട് രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ആയിക്കാണ്. ഇത് പൊതുവെ മോഹൻലാൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കുറേ എണ്ണത്തിന് അങ്ങ് ചൊറിച്ചില്ല. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. ഇപ്പോൾ അമൃതാനന്ദമയ മഠത്തിൽ മോഹൻലാൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുന്ന ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറച്ച് സയൻസ് ക്ലാസ് എടുക്കാൻ ടീം വന്നിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇരുന്നിട്ട് വിമാനം അവിടെ മുൻകൂട്ടി കാണുന്നതിനെ പറ്റിയും അല്ലെന്നുണ്ടെങ്കിൽ അത് ഖാലിദ് എന്ന് പറഞ്ഞ ഒരാളാണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. ഇത് അമൃതാനന്ദമയ മഠത്തിൽ പോയി ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അതുപോലെ തന്നെ മഠവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി മോഹൻലാൽ പങ്കെടുത്താലും ഇവിടെ കുറേ ആൾക്കാർക്ക് പ്രശ്നമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഖാലിദിനെ പോലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ റിയാസ് എന്നുള്ള രീതിയിൽ പറയുന്ന അവരുടെ ദൈവത്തിൻ്റെ സൃഷ്ടി അല്ല, സൃഷ്ടിയെ ആദരിക്കുന്ന മറ്റൊരു സൃഷ്ടി, അതായത് മനുഷ്യനെ മോഹൻലാൽ തൊഴുതു എന്നുള്ള രീതിയിലാണ് ഇവർ പ്രശ്നം പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള എല്ലാം മതപരമായിട്ടുള്ള ഈ പുരോഹിതന്മാരുണ്ടല്ലോ ഇവരെ എല്ലാം പിരിച്ചു വിടണം. ഇപ്പം അമൃതാനന്ദമയ്യ മഠത്തിനെ അല്ലെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ സയൻസ് ക്ലാസ് എടുക്കാനും അവരെ നിങ്ങൾ ആക്ഷേപിക്കാനും പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം മതത്തിൽ, ഇപ്പോൾ നിങ്ങൾ തന്നെ പറയുക, സ്വന്തം മതത്തിൽ നിങ്ങൾക്ക് ഓരോ പുരോഹിതന്മാരുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ ഒരു കല്യാണം നടത്തി തരുന്നൊരു പുരോഹിതനാണ്. അല്ലെങ്കിൽ ഈ രാവിലെ ഒക്കെ ഈ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, മതം പഠനശാലകളുണ്ട്, അത് പൂട്ടേണ്ട എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ചെയ്യുന്നത്? അവിടെയുള്ള പുരോഹിതന്മാരെ നിങ്ങൾ എങ്ങനെയാണ് റെസ്പെക്റ്റോടെ തന്നെയല്ലേ കാണുന്നത്? അല്ല ഒന്നും അല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ അമൃതാനന്ദമയി. ഞാനിതുവരെ അവിടെ ഒന്നും പോയിട്ടില്ല, അല്ലെങ്കിൽ ആ മാതാമൃതാനന്ദമയി ഒന്നും കണ്ടിട്ടൊന്നുമില്ല. ഞാൻ അവരുടെ വക്താവുമല്ല. ആദ്യത്തെ കാര്യം ഞാൻ പറയാം, എനിക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. പക്ഷേ ആ പരിസര പ്രദേശങ്ങളിൽ സ്ഥലം കാണാനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ അകത്ത് പരിപാടിക്കൊന്നും അവിടുത്തെ ഉള്ള ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുമില്ല. പക്ഷേ എന്താ സംഭവം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ക്ലോസ് ചെയ്യണം അല്ലേ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് മതപരമായി തെറ്റാണ് അല്ലെങ്കിൽ ഇത് മോശമാണെന്ന് സ്വന്തം ഒരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് വല്ലവനെയും കയറി ചൊറിയാൻ പോകുന്നതിനേക്കാൾ നല്ലത് ഉണ്ടാതിരിക്കുന്നതാണ്. കാരണം തിരിച്ച് ഒരു ഡയലോഗ് അടി പല ഭാഗത്തുനിന്നും വരാം. അത് കഴിഞ്ഞിട്ട് അയ്യോ അങ്ങനെ പറഞ്ഞേ എന്ന് തോന്നിയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ മര്യാദയ്ക്ക് വെറുതെ ഇരിക്കുന്നവരെ ചൊറിയാനോ മാന്താനോ പോകാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആവശ്യമില്ലാത്ത സയൻസ് ക്ലാസ് എടുക്കാൻ പോകാൻ നേരത്ത്, അത് പ്രത്യേകിച്ച് ഒരു യുക്തിവാദി പറയുവാണെങ്കിൽ കുഴപ്പമില്ല സയൻസിനെ പറ്റി. ഇതൊരു മതത്തിൽ വിശ്വസിച്ചിട്ട് അതെല്ലാം പ്രാക്ടീസ് ചെയ്ത് കണ്ണും കൂടി എല്ലാം വിശ്വസിച്ചിട്ട്
അത് പ്രകാരം ജീവിക്കുന്ന ഒരാൾ പോയിട്ട് വേറൊരാൾ മോഹൻലാൽ ഒരു മാതാമൃതാന്തയെ കാണാൻ പോകുന്നു. ഇപ്പം ഞാൻ ഇതിനകത്ത് കാണുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഒരാളെ ആക്ഷേപിക്കാതെ അപമാനിക്കാതെ വേർതിരിവുണ്ടാക്കാതെ ലിംഗവ്യത്യാസം ഉണ്ടാക്കാതെ ഒരു പരിപാടിയും സൊസൈറ്റിക്ക് ഒരു മോശം ചെയ്യാതെ തൻ്റെ ബന്ധുവിനെ കാണാൻ പോയ മോഹൻലാൽ അവിടെ പോയപ്പോൾ മാതാമൃതാന്തയെ കണ്ടു. മോഹൻലാലിന് സന്തോഷം കിട്ടിയാൽ പോലെ അതയാളുടെ വ്യക്തിപരമായ കാര്യമല്ലേ, വ്യക്തിപരമായ കാര്യമല്ലേ. അതിനകത്ത് ഇപ്പോൾ ഇവിടെ ഇരുന്ന ആൾക്കാർ ഈ ബഹളം വെക്കേണ്ട കാര്യം എന്താ? ഇങ്ങനെ ബഹളം വെക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മതപരമായിട്ടുള്ള പ്രാക്ടീസ് നിർത്തുക, ഈ വിദ്യാഭ്യാസം ചെയ്യുന്നത് നിർത്തുക, മതം അതുപോലെ പ്രചരിപ്പിക്കുന്നത് നിർത്തുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മതപുരോഹിതന്മാരെ പിരിച്ചു വിടുക, ഇതെല്ലാം ക്ലോസ് ചെയ്യുക, സ്കൂളിലേക്ക് മാത്രം ആൾക്കാരെ വിടുക, സ്കൂളിലേക്ക് മാത്രം ആൾക്കാരെ വിടുക. ഈ മതത്തെ രണ്ടു തരത്തിൽ കാണാം, ഇതുപോലെ വിദ്വേഷമോ അല്ലെങ്കിൽ വെറുപ്പും ഇതുപോലെ സോഷ്യൽ മീഡിയ വന്നിട്ട് വല്ലവനെയും ഒക്കെ ഓരോന്ന് പറയാനും അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു മതത്തെ അപമാനിക്കാനും ഇരിക്കാതെ സ്വന്തം മതത്തിലുള്ള ഏതെങ്കിലും നല്ല പോസിറ്റീവ് കാര്യങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക. അങ്ങനെയെങ്കിലും വെറുപ്പില്ലാതാവട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മോഹൻലാലും മമ്മൂട്ടി രണ്ടുപേരെ എടുത്തു നോക്കുക. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ട് മമ്മൂട്ടിക്ക് പള്ളിയിൽ പോകുമ്പോൾ അത് മതേതരമായി. മോഹൻലാൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അന്ധവിശ്വാസിയും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളും കളിയാക്കപ്പെടേണ്ട ആളെന്ന് എന്നുള്ള രീതിയിൽ ഈ പ്രചരിപ്പിക്കുന്ന പരിപാടി അടുത്ത കാലത്തായിട്ട് കേരളത്തിലുണ്ട്. അപ്പം ഒരു പരിപാടി വേണ്ട. ഒന്നെങ്കിൽ എല്ലാം ക്ലോസ് ചെയ്ത് വയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നാട്ടിൽ തന്നെ എത്രയോ പുരോഹിതന്മാരുണ്ട് ഓരോ മതങ്ങൾക്കും ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനായിട്ട് മുസ്ലിമാവട്ടെ. മാതാമൃതാന്തയെ പോലെ നിങ്ങളിലും ഉണ്ടല്ലോ ആൾക്കാർ അല്ലേ, ഓരോ സംഘടനകൾക്കും ഓരോ നേതാക്കന്മാരുണ്ടല്ലോ, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കേൾക്കാറുണ്ടല്ലോ. അതിപ്പോൾ മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെന്നുണ്ടെങ്കിലും ഹിന്ദു ആണെന്നുണ്ടെങ്കിലും അതിനെതിരെ ഫസ്റ്റ് ഡയലോഗ് അടിക്കുക. വെറുതെ മോഹൻലാലിൻ്റെ പുറകെ പോയിട്ട് എന്തിനാ ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നത്? ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഫോളോ ചെയ്യുക.